ഇന്ത്യയുമായി ചർച്ച തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US-ഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്ന് മോദി എക്സിൽ കുറിക്കുന്നു. PJ അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. PJ അരുൺ, ഷാങ്ഹായി ഉച്ചകോടിയോടുകൂടി ചൈന റഷ്യ ത്രയങ്ങൾ വലിയ അർത്ഥത്തിൽ യോജിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ കുളം കലക്കിയുള്ള ഇടപാടിലേക്ക് എത്തുന്നത്. അതിൽ വീഴു ഒടുക്കുകയാണ് വീണ്ടും ഇന്ത്യ ചെയ്യുന്നതെന്ന സൂചനയാണ് മോദിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്, അല്ലേ? അജിംഷാദ്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാര കരാർ, അല്ലെങ്കിൽ ഈ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ ഒരു തുടർച്ചയായി ആയിരുന്നു ഇങ്ങനെ ഒരു ആദ്യം ഇക്കാര്യത്തിൽ ഈ ഒരു കരാറിലേക്ക് നീങ്ങുന്നതിലുള്ള ഒരു അസ്വസ്ഥത ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രകടിപ്പിച്ചിരുന്നത്. എന്തായാലും ഇതിലൊരു കൃത്യമായ ഒരു മറുപടിയാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ വഴി സാമൂഹ്യ മാധ്യമത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഉൾപ്പെടെ ചർച്ച മുന്നോട്ട് പോകുവാൻ വേണ്ടി അമേരിക്ക തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ആ സുഹൃത്തിനോട് തന്നെ ഈ വ്യാപാര കരാറുമായി ഇതിൻ്റെ അനിശ്ചിതത്വത്തെ മറികടക്കാനുള്ള ചർച്ചകളുമായി അമേരിക്ക മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. എന്തായാലും ഈ ഒരു പ്രതികരണത്തോട് നരേന്ദ്രമോദിയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. അമേരിക്കയുമായി വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന വ്യാപാര ബന്ധമാണ് അത് ഇനിയും തുടരുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നരേന്ദ്രമോദിയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും PJ അരുണാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ട്രംപ് എന്ന ഫ്രണ്ടിന് വേണ്ടി ഇന്ത്യൻ താല്പര്യം വീണ്ടും ബലി കഴിക്കുമോ മോദി എന്ന ചോദ്യം ബാക്കിയാക്കുന്നു. PJ അരുൺ വിവരങ്ങൾ നൽകി.